സുഗമദേവി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഹരിവക്കീലാണെങ്കിൽ നന്ദന്റെ കേസുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനായിട്ട് സിദ്ധാർത്ഥൻ വിളിച്ചു വരുത്തി ചന്ദ്രോത്ത് വീട്ടിലേക്ക് എത്തുന്നുണ്ട്. ഹരിവക്കീലിനെ കാണുമ്പോൾ തന്നെ പ്രഭാവതിക്കാണെങ്കിൽ ആകെ വിറയല് വരികയാണ്. പറയുന്നുണ്ട്, എന്റെ മകനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം, അവന് കയ്യബദ്ധം പറ്റിപ്പോയതാണെന്ന് പറയുമ്പോൾ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് കുടുംബ സുഹൃത്തായിട്ട് മാത്രമാണ്. വക്കീലും ജഡ്ജൊക്കെ അങ്ങ് കോർട്ടിൽ. പിന്നെ നന്ദൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വക്കീൽ എന്ന നിലയിലും ജഡ്ജ് എന്ന നിലയിലും എനിക്ക് അവന് ശിക്ഷിക്കാൻ മാത്രമേ കഴിയൂ. കുറ്റവാളികൾ രക്ഷപ്പെടരുത്. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണമെന്നൊക്കെ ഹരിവക്കീൽ പറയുമ്പോൾ തന്നെ പ്രഭയുടെ സകല പ്രതീക്ഷകളും തെറ്റിപ്പോവുകയാണ്. അങ്ങനെ ദേവികയെയും സിദ്ധാർത്ഥനെയും ഒക്കെ തന്നെ കാണണമെന്നും നന്ദനോട് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ടെന്നൊക്കെ ഹരിവക്കീൽ പറയുന്നു. അങ്ങനെ സിദ്ധു ദേവിയൊക്കെ വരുന്നുണ്ട്. പ്രഭാവതിയാണെങ്കിൽ നന്ദനെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ്. എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി തന്നെ അങ്കിളിനോട് പറയണമെന്നും ഒരു കാര്യങ്ങളും വിട്ടു പറയരുതെന്നൊക്കെ പറയുമ്പോൾ ഇസബലയെയും കെവിനെയും താൻ കാണിച്ചു കൊടുക്കില്ല എന്ന് നന്ദൻ ഉറപ്പിച്ചു പറയുന്നു. അങ്ങനെ ഇസബലയാവട്ടെ ഈ സമയം ആകെ കല്ലുതുള്ളി ഇരിക്കുകയാണ്. ദേവിക എങ്ങാനും കേസുമായിട്ട് മുന്നോട്ട് പോയാൽ തന്റെ പ്ലാനിങ് എല്ലാം നശിച്ചു പോകുമെന്നും ആകെ കൂടിയും അവളുടെ സിമ്പതി മാത്രമാണ് ഒരു രക്ഷ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയം ഋഷി ആവട്ടെ ഒരു സൂസൈഡ് ഭീഷണിയാണ് നമ്മുടെ അരുന്ധതിക്ക് മുന്നിൽ ഉയർത്തുന്നത്. മറ്റൊന്നുമല്ല, അഥവാ അമ്മ സത്യങ്ങളെല്ലാം തന്നെ പിടിക്കപ്പെടുമെന്ന് പേടിച്ച് പ്രഭാവതിയോട് തുറന്നു പറയുകയാണെങ്കിൽ അന്നേരം താൻ ശരിക്കും മരിക്കുമെന്നും എന്റെ ലീനയെ കൊന്നവരെ ഒരിക്കലും അങ്ങനെ ക്ഷമിച്ച് തള്ളിക്കളയാനായിട്ട് തനിക്ക് കഴിയില്ല എന്നൊക്കെ തന്നെ ഋഷി തന്റെ നിലപാട് വ്യക്തമാക്കുകയാണ്. ആ ഒരു വിരട്ടലിൽ അരുന്ധതിയാണെങ്കിൽ ആകെ പതറി പോകുന്നുണ്ട്. തന്റെ മകൻ ശരിക്കും ജീവൻ ഒടുക്കുമോ എന്നുള്ള ഒരു പേടി അവരിൽ വരുന്നു. അങ്ങനെ ഹരിവക്കീലാണെങ്കിൽ നന്ദനെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. നന്ദൻ പല കാര്യങ്ങളും വിട്ടു പറയണം. കാരണം കെവിനും കൂടെയുള്ളത് പറയാത്തത് കൊണ്ട് തന്നെ ഹരിവക്കീലിന് അങ്ങോട്ട് കാര്യങ്ങൾ വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. യാദൃശ്ചികമായിട്ടാണോ ഒന്ന് കണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ നന്ദൻ പറയുന്നുണ്ട്, അതെ, യാദൃശ്ചികമായിട്ടാണ് കണ്ടത്. അമ്മയുടെ ആ ഒരു കാര്യം താൻ ചോദിക്കാൻ വേണ്ടി പോയപ്പോഴായിരുന്നു കയ്യാങ്കളി നടന്നത് എന്നൊക്കെ പറയുമ്പോൾ നന്ദൻ ഒറ്റയ്ക്കാണോ ഇതൊക്കെ ചെയ്തതെന്ന് ഇങ്ങനെ ഹരിവക്കീൽ ചോദിക്കുന്നുണ്ട്. ആ സമയവും നന്ദൻ കള്ളം പറയുകയാണ്. അതിലൊക്കെ തന്നെ ഒരു വെല്ലായ്മ വക്കീലിനും തോന്നുന്നുണ്ട്. പിന്നീട് സിദ്ധാർത്ഥനുമായിട്ട് സംസാരിക്കുന്നുണ്ട് ഹരി. അതിനുശേഷം നമ്മുടെ ഇസബല്ലയ്ക്കും കെവിനും അറിയാമെന്നുള്ള കാര്യം കൂടിയും നന്ദൻ കൂട്ടിച്ചേർക്കുമ്പോൾ വക്കീലിനാണെങ്കിൽ സത്യത്തിൽ അവരെ നല്ല ഡൗട്ട് തോന്നുകയാണ്. കൂട്ടുപ്രതികളായിട്ട് ഇവരുമുണ്ടോ എന്നുള്ള കാര്യം ഹരിവക്കീൽ ചോദിക്കുമ്പോൾ ഒരിക്കലുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് നന്ദനാണെങ്കിൽ ഒന്ന് പതറുന്നുണ്ട്. അപ്പൊ തന്നെ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും വ്യക്തമായി തന്നെ മനസ്സിലാവുന്നുണ്ട്. പിന്നീട് ആ ഒരു ചർച്ച അവിടെ വെച്ച് അവസാനിക്കുകയാണ്. നന്ദൻ പലതും മറക്കുന്നുണ്ടെന്ന് ദേവികയോടും സിദ്ധാർത്ഥനോടുമായിട്ട് ഹരി പറയുകയാണ്. അതെന്താണെന്ന് നമുക്കറിയണം, അല്ലാതെ ഈ ഒരു കേസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയില്ല. നമുക്ക് അവരെ രക്ഷിക്കണമെങ്കിൽ സത്യങ്ങൾ മറച്ചു വെച്ചത് അവൻ തുറന്നു പറയുക തന്നെ വേണമെന്നൊക്കെ സിദ്ധാർത്ഥനോട് പറയുന്നു. അങ്ങനെ ഈ സമയം അരുന്ധതി പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ കെവിൻ ആണെങ്കിൽ ഇസബലയെ വന്ന് അറിയിക്കുന്നുണ്ട്. ഒരുപക്ഷെ അവരെന്നെ ഈ കാര്യങ്ങളൊക്കെ കുളമാക്കുമെന്ന് പറയുമ്പോൾ എങ്കിൽ പിന്നെ ഞാൻ ആ സ്ത്രീയെ വെറുതെ വിടില്ല. പിന്നെ നന്ദനെ നമ്മൾ ചതിക്കുകയാണെങ്കിൽ അവനെയും ഞാൻ വെറുതെ വിടില്ല. എല്ലാം മറന്ന് ദേവികയും നന്ദനും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ ശരിക്കും ഞാൻ ആ ഋഷിയെ അങ്ങ് കൊന്നുകളയും. ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കണം. ഒരുപാട് തവണ ഞാൻ ആഗ്രഹിച്ച് പരാജയപ്പെട്ട കാര്യമാണ് നന്ദൻ. അവനെ എനിക്ക് നേടിയെടുക്കുക തന്നെ വേണം. അതിനിപ്പോ ഋഷി ആയാലും ശരി, ദേവിക ആയാലും ശരി, എല്ലാത്തിനെയും ഞാൻ കൊന്നൊടുക്കും. പിന്നെ എന്നെ ചതിക്കാൻ നിന്ന ആ നന്ദനെയും. അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് പറയുമ്പോൾ തന്നെ കെവിൻ ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. കെവിന് മനസ്സിലാവുന്നുണ്ട് ഇസബല്ലയുടെ ആ ഒരു ആഗ്രഹം എത്രത്തോളം ആഴത്തിലാണെന്ന്. എന്തായാലും കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ.